ചില ആളുകൾ കാണുന്ന സമയത്ത് വലിയ വിഷമം പറയാറ് കുടുംബക്ഷേത്രത്തിലെ തറവാട്ട് ക്ഷേത്രത്തിലെ ആചരണങ്ങൾ ആഘോഷങ്ങളൊക്കെ നടത്തി കടം വന്ന് കയറി എന്നാണ്. ഒരു സന്ദർഭത്തിൽ എറണാകുളത്ത് ഉള്ള ഒരു സാധകൻ ഈ ഒരു കാര്യം വളരെ വിഷമപൂർവ്വം പറയുകയുണ്ടായി. കാരണം നിക്കക്കള്ളിയില്ല, ആകെ കടം കയറി എന്നാണ് അയാൾ പറഞ്ഞത്. ഈശ്വരാരാധന. പിന്നെ എന്തിനാണ് നമ്മളൊക്കെ ദൈവത്തെ വിളിക്കുന്നത്? നമ്മൾ ഇത്രയൊക്കെ പൈസ ചെലവാക്കിയിട്ട് ആനയും ബെഞ്ചാമരവും മേളവും ബലിപൂജകളൊക്കെ നടത്തിയിട്ട് ഗംഭീരമായിട്ട് കളമ്പാട്ടൊക്കെ നടത്തിയിട്ട് ഈ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ ഈ തരത്തിലൊരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നമുക്ക് വരുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് ഈശ്വരാരാധന നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കണ്ണിന്നൊക്കെ വെള്ളം വന്നിട്ടായി സംസാരിക്കും. അപ്പൊ നമ്മൾ ചോദിച്ചു, താങ്കളെ ഈ ഒരു ഉത്സവത്തിന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? പക്ഷെ സാമ്പത്തികമായിട്ട് ഇല്ല, ഞാനത് എൻ്റെ അടുത്തുള്ളതും പിന്നെ കുറച്ച് സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിയതും പിന്നെ ഭാര്യന്റെ പണയം വെച്ചിട്ടൊക്കെയാണ് നടത്തിയത്. ഇതിലൊരു കുറവ് വരുത്താൻ പറ്റില്ലല്ലോ, നമ്മൾ കഴിഞ്ഞ കൊല്ലം നടത്തി, അതിന് മുന്നത്തെ കൊല്ലം നടത്തി, ഈ കൊല്ലമായാലും നമുക്ക് നടത്തിയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയണ്ടായി. അപ്പൊ നമ്മളിതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ ഇപ്രാവശ്യം എങ്ങനെയാ വെച്ചാൽ ഇപ്രാവശ്യം നടത്തണം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റി, നടത്തണം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെങ്കിലും വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ചോദിച്ചു, വേണ്ടേ എന്ന് ചോദിച്ചാൽ ആർക്ക് വേണം? നിങ്ങളുടെ ദൈവത്തിന് വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി അഥവാ വല്ല കോമരങ്ങൾ പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാതെ നിങ്ങളുടെ ദൈവം അങ്ങനെ പറയുന്നു എങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്ന അർത്ഥം കൊണ്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഈശ്വര പൂജ ചെയ്യേണ്ടത് നമുക്കുള്ളതിന്റെ ഒരു ഭാഗം വെച്ചിട്ടായിരിക്കും. നമ്മളൊരാൾക്ക് ദാനം കൊടുക്കുന്നത് പോലും നമ്മളുടെ കുടുംബത്തെ വെച്ചിട്ടായിരിക്കും. നമ്മുടെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ 10 രൂപ ദാനം കൊടുത്താൽ മതി. ഇതുപോലെ തന്നെയാണ്, നമുക്ക് 100 രൂപയുണ്ടെങ്കിൽ 10 രൂപ മാറ്റി വെച്ചുകൊണ്ട്, ഇപ്പൊ നിത്യേന 100 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ 10 രൂപ മാറ്റി വെച്ച് വർഷാവസാനം അത് എത്രയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറഞ്ഞോ കുറവായിട്ട് അത്യാവശ്യം എടുത്താലും ബാക്കി എന്തുണ്ടോ, അല്ലെങ്കിൽ എന്താണ് കൂടുതലുള്ളത്, അത് വിലയിരുത്തിക്കൊണ്ട് വേണം, അതിനെ മുൻപിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ തറവാട്ട് ദൈവങ്ങളെ ആചരിക്കാൻ. അതല്ല നാട്ടിലെ മഹാക്ഷേത്രങ്ങളിൽ ആനയുണ്ട്, വെഞ്ചാമരുണ്ട്, മേളുണ്ട്, ബാലയുണ്ട്, നാടകമുണ്ട്, ഫിക്സ് പരേഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് നമ്മുടെ തറവാട്ടിൽ നടത്തി കഴിഞ്ഞാല് ഈ വിധല്ലേ ഉണ്ടാവുക. നമ്മൾ പരാജയപ്പെടണം. പൊതുക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായിരിക്കുന്ന കമ്മിറ്റികളും അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റി സംഘാടകർ ഇവരൊക്കെ പാടെ ചേർന്ന് വഴിപാടുകളൊക്കെ ചേർന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വലിയൊരു ബഡ്ജറ്റാണ് അവിടെ ഉണ്ടാകുന്നത്. സാധാരണ പണ്ട് കാരണവന്മാര് പറഞ്ഞു, ആന പിണ്ടിടുന്നത് കണ്ടിട്ട് ആട് പിണ്ടിടാൻ നിൽക്കരുത്. ഇത് വെറുതെ പറഞ്ഞതല്ല നമ്മളുടെ പൂർവികർ. ഇത്തരം നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് മ്ലേച്ഛമായി തോന്നുമെങ്കിലും ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ. നമുക്ക് പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അതില്ലാണ്ട് നമ്മൾ ആർഭാടം കാട്ടിയിട്ട് എന്ത് ദൈവപ്രീതിയാണ് നമ്മൾ കിട്ടുന്നത്? ഇവിടെ ഭഗവത്ഗീതയൊക്കെ പാടവരെ നമുക്ക് ദൈവങ്ങൾ എന്തെങ്കിലും തരുമ്പോൾ അതിന് നമ്മൾ തിരിച്ചെന്തെങ്കിലും ചെയ്യണം എന്നുള്ളതേ പാടുള്ളൂ. അത് ഇങ്ങനെ ഗംഭീരാക്കണമെന്നില്ല. പ്രത്യേകിച്ച് കളമ്പാട്ടമൊക്കെ, കുടുംബക്ഷേത്രത്തിൽ കളമ്പാട്ടൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ സർപ്പംതുള്ളൽ നടത്തുമ്പോൾ അതൊക്കെ ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് അറിയണം. ആഘോഷത്തിന്റെ ഭാഗമാണ്. അതല്ലാണ്ട് ആർഭാടമായിക്കൊണ്ട് നമ്മൾ നടത്തുമ്പോൾ എന്താണ്, കടമായി കൊടുക്കേണ്ടി വരും. എന്തായാലും ചെയ്യാൻ വരുന്ന അതിന്റെ കർമ്മികളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ വാദ്യക്കാരെ സംബന്ധിച്ചിട്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടിയേ പറ്റുള്ളൂ. അത് അവരുടെ ജോബാണ്, ഇല്ലേ? അവരുടെ ജോലിയാണ്. അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ ജോലിയാണ്, കൂലി കൊടുക്കണം. പക്ഷെ എന്താണ്, നമ്മുടെ കയ്യിൽ അത് ഉണ്ടോ ഇല്ല. അപ്പൊ നമുക്ക് ലളിതമായിട്ട് നടത്താം. എന്താ ലളിതമായിട്ട് നടത്താം? അവിടെ ഒരു അരിയും പോവും നീരും വെച്ചിട്ട് നമുക്ക് പറ്റുന്ന പോലെ ഒരു കർമ്മിയെ വിളിച്ചാൽ പോലും അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്താൽ പോലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ബലി എന്ന പേരിൽ ഒരുപാട് കോഴികളെ ആടിനെയൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ അറക്കുന്നത്, അങ്ങനെ ആ കാശ് ഇല്ലാത്തവർക്ക് ഇല്ലാത്ത കാശ് കൊണ്ട് കടം വാങ്ങിയിട്ട് കൊടുക്കേണ്ടതാണോ? അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് വെട്ടരുത്. ആ വെട്ടിയിട്ട് ദൈവങ്ങളെ കുറ്റം പറയല്ല വേണ്ടത്. നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ നമ്മൾ താഴെ വീഴുന്നു, നമ്മുടെ നട്ടലൊടിയെന്ന ബോധ്യം നമുക്ക് ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്ന കൊമ്പ് വെട്ടാതെ ആവശ്യമുള്ള ചില്ലകൾ അത് നമുക്ക് ആപത്തില്ലാത്ത രീതിയിൽ വെട്ടുക എന്ന്. അത് തന്നെയാണ് ഇവിടെ. കുടുംബദേവതകളെ നമ്മൾ ആചരിക്കണം, ആഘോഷങ്ങളൊക്കെ വേണം ഉള്ളതിനനുസരിച്ച്. ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട്, 10 കുടുംബങ്ങളുണ്ട്, പക്ഷെ നമ്മൾ തനിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ളതുകൊണ്ട് നടത്തിയാൽ മതി. അല്ല കുടുംബാംഗങ്ങൾ കുറെ ഉണ്ടായിട്ടും തറവാട്ടുകാരുണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ തറവാട്ടുകാരെ നോക്കിയിട്ടല്ല നമ്മളുടെ ആചാരങ്ങൾ നടത്തേണ്ടത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്. എന്നാൽ തറവാട്ടുകാരൊക്കെ നമുക്ക് തുല്യമായിട്ട് പങ്കു തരുമെങ്കിലോ
അത് നമുക്ക് ആ രീതിക്ക് അനുസരിച്ച് നടത്താൻ പറ്റും. അപ്പോഴും അറിയാം തറവാട്ടിലുള്ളതൊക്കെ പാടെ വിറ്റ് പെറുക്കിയിട്ട് ആഘോഷം നടത്തിയല്ല. എപ്പോഴും അത് കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹം പോലെ, ദേവന്റെ അനുഗ്രഹം പോലെ എന്തെങ്കിലും മിച്ചം ഉണ്ടായി കഴിഞ്ഞാൽ, തറവാട്ടിലൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് എടുത്ത് കൊടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ആ സമയത്ത് പോലും നമ്മൾ ഉത്സവം നടത്തിയോണ്ട് ഇപ്പൊ ഈ കാര്യത്തിന് കാശില്ല, ചികിത്സയ്ക്ക് കാശില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഈ എറണാകുളത്തെ ഈ സാധകനായാലും ശരി, അതുപോലുള്ള സാധകന്മാരാണെങ്കിലും അവരോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ വീട്ടിലെ തറവാട്ട് ദൈവങ്ങൾ എന്തുമാകട്ടെ, പുറത്തുള്ള ഒരു മഹാക്ഷേത്രത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്മിറ്റി നടത്തിക്കൊണ്ടു പോകുന്നൊരു വിധാനം പോലെ ഒന്നും ഇതിന് നടത്തേണ്ട ആവശ്യമില്ല. ലളിതമായി നടത്തുക, വാർഷികമായിട്ടാണ് നടത്തേണ്ടത്. എല്ലാ കർത്തവാവിനും എല്ലാ വെളുത്തവാവിനും എല്ലാ ദിവസവും അങ്ങോട്ട് പൂജ നടത്തുന്നത് ഒന്നും ആവശ്യമില്ല. വാർഷികമായിട്ടൊരു ആചരണം വേണം. അത് അവശ്യം വേണ്ട കാര്യങ്ങൾ വെച്ച് മാത്രം മതി. ഒരു കൊല്ലം ഗംഭീരമായിട്ട് അടുത്ത കൊല്ലം ഗംഭീരാക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. എപ്പോഴാണോ നമുക്ക് ആ രീതിയിൽ സ്ഥിരം കൊണ്ടു നടക്കാൻ അവിടുത്തെ ദേവത നമ്മൾ അനുഗ്രഹിക്കുന്നത്, അപ്പൊ ചെയ്താൽ മതി. അപ്പോഴും അറിയുക, കുറെ വെടിക്കെട്ടും ഒന്നുമല്ല കുടുംബക്ഷേത്രത്തിന്, അല്ലെങ്കിൽ വാദ്യമേളങ്ങളും ഘോഷങ്ങളും കളപ്പാട്ടുപോലുള്ള എപ്പോഴുമുള്ള ആഘോഷങ്ങളും ഒന്നുമല്ല ഇവിടെ അവശ്യം അരിയും തിരിയും പൂവും നീരൊക്കെ ഒന്ന് കൊടുക്കുക എന്ന് മാത്രമുള്ളതാണ്. അതിലേക്ക് ഒതുങ്ങി നമ്മൾ മറ്റു രീതിയിൽ നമ്മളുടെ കുടുംബാംഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിൽ കെട്ടുറപ്പ് ആ കുടുംബക്ഷേത്രത്തിൽ ഉണ്ടായി വരട്ടെ. ആ കുടുംബക്ഷേത്രത്തിൽ ആ കുടുംബദേവതയുടെ മുന്നിൽ എല്ലാ കുടുംബാംഗങ്ങളും ഒന്നിച്ചു ചേരുന്ന ഒരു സന്ദർഭം ഉണ്ടായി വരട്ടെ. ആ ഒന്നിച്ച് ആ ഒരു മുത്തശ്ശിയുടെ പോലെ, മുത്തശ്ശന്റെ പോലെ, ആ തറവാട്ടുകാരുടെ മുന്നിൽ എല്ലാവരും എത്തുന്ന പോലെ എത്തുക എന്നൊരു ഉദ്ദേശത്തിലാണ് പൂർവികർ നമുക്ക് ദൈവങ്ങളെ കുടിവെച്ച് തന്നിരിക്കുന്നത്. അവിടെ ആ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ ഒരു കെട്ടുറപ്പ്, ആ കുടുംബത്തിന്റെ ദൃഢമാർന്ന ഒരു കെട്ടുറപ്പിനെ സ്ഥാപിക്കുന്നുള്ള ഓരോ ദിവസങ്ങളായി മാറുകയാണ് ആ വാർഷികാഘോഷമൊക്കെ വേണ്ടത്. അല്ലാണ്ട് ആ പേരിൽ നമ്മുടെ ഉള്ളത് പോലും നഷ്ടപ്പെടുത്തി നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോയിട്ട് ദൈവത്തെ കുറ്റം പറയുന്ന രീതിയിലേക്കല്ല. ഇനിയെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുക. അത്തരത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു പോവുക. അതിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയില്ല, കർമ്മികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് ആശുപത്രിയിൽ, അവിടെയാണ് നമ്മളെപ്പോഴുള്ള ആളുകളൊക്കെ ആശ്രമം അല്ലെങ്കിൽ മഠങ്ങളൊക്കെ വെച്ചിരിക്കുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞത് ചെറിയ രീതിയിലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെയൊന്നും അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു ഫീസോ ഒന്നും വാങ്ങുന്നില്ല. മനസ്സിലായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് നിങ്ങളെ ദൈവത്തെ ആരാധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായി വരും. അല്ല നിങ്ങൾ സ്വയം മറന്ന് തലയിൽ എണ്ണ തേക്കുമ്പോൾ ഉണ്ടാകുന്ന ആപത്താണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കലാണ്.